റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. എയും ബിയും രണ്ട് സെറ്റുകളാണ്. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കണക്ഷൻ, അതായത് 1 1 സ്ക്വയർ, 2 2 സ്ക്വയർ, 3 3 സ്ക്വയർ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ, അതായത് എയിലെ എലമെൻസും ബിയിലെ എലമെൻസും തമ്മിൽ ഒരു കണക്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? റിലേഷൻ 1 1 സ്ക്വയർ, 2 2 സ്ക്വയർ, 3 3 സ്ക്വയർ എന്ന് എഴുതി. ഇനി ഈ റിലേഷൻ്റെ പ്രത്യേകത, റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. കൂടാതെ ജനറലായിട്ട് ഞാൻ ഒരു ഓർഡർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തു. അതായത് റിലേഷനിലെ ഒരു എലമെൻ്റ് ആണ് എ ബി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1 റിലേറ്റഡ് ടു 1 സ്ക്വയർ, 2 റിലേറ്റഡ് ടു 2 സ്ക്വയർ, 3 റിലേറ്റഡ് ടു 3 സ്ക്വയർ. അതേപോലെ ഓർഡർഡ് പെയർ എ ബി റിലേഷനിലുണ്ട് എങ്കിൽ നമുക്കതിനെ എ റിലേറ്റഡ് ടു ബി എന്ന് എഴുതാം. അതായത് എയും ബിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഓർഡർഡ് പെയർ എ ബി. അതായത് ഇപ്പോൾ 1 1 സ്ക്വയർ, ദാറ്റ് മീൻസ് 1 റിലേറ്റഡ് ടു 1 സ്ക്വയർ, 2 റിലേറ്റഡ് ടു 2 സ്ക്വയർ. അതേപോലെ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എ റിലേറ്റഡ് ടു ബി. ദെൻ types of relations. Types of relations. First one, reflexive. അതായത് നമുക്ക് ഗിവൺ സെറ്റ് ആണ് എ എന്നൊരു ഗിവൺ സെറ്റ് തന്നിരിക്കുന്നു. ഇനി ഈ എ എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവുന്നത് എപ്പോഴാണ്? ഈ എയിലെ എല്ലാ എലമെൻസിനും, അതായത് ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, എയിലെ എല്ലാ എലമെൻസിനും ഓർഡർഡ് പെയർ എ റിലേഷനിലുണ്ട് എങ്കിൽ റിലേഷൻ റിഫ്ലെക്സീവ് ആകും. അതായത് ഇപ്പോൾ ഈ റിലേഷൻ എന്നുള്ളതിനെ നമ്മൾ ഒരു മിററായിട്ട് എടുക്കുന്നു. മിററിൻ്റെ ഇവിടെയാണ് എ. അപ്പോൾ ഇതെന്താണ്? മിററാണ്, അല്ലെങ്കിൽ റിലേഷനാണ്. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാടിയുടെ ഇപ്പുറത്ത് ഒരു വസ്തു വെച്ചാൽ അതേ വസ്തുവിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ ഇപ്പുറത്ത് കാണുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബിലോങ്സ് ടു ആർ, എ ബി ബിലോങ്സ് ടു ആർ മീൻസ് എ റിലേറ്റഡ് ടു ബി. അപ്പോൾ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു എ. അതായത് തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ നമുക്ക് പറയാം ഗിവൺ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളുടെ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ ഒന്നിന് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിന് മേളിൽ ഒന്നായിട്ട് വെച്ചാൽ അവർ ഒരുപോലെ ഇരിക്കണം. അതായത് നമ്മൾ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നേരെ തിരിച്ചും വന്നാൽ ബി റിലേറ്റഡ് ടു എയും വന്നാൽ അതിനെയാണ് റിലേഷനെ സിമെട്രിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിലേഷൻ സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്താൽ ബി റിലേറ്റഡ് ടു എ എന്ന് തന്നെ കിട്ടണം. എന്താ എ റിലേറ്റഡ് ടു ബി? നമ്മളിവിടെ പറഞ്ഞു എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബി ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷനെ മറ്റൊരു രീതിയിൽ എഴുതാം. എ ബി ബിലോങ്സ് ടു ആർ എന്നെടുത്താൽ ബി എ ബിലോങ്സ് ടു ആർ എന്ന് കിട്ടിയാൽ നമുക്ക് പറയാം റിലേഷൻ സിമെട്രിക് ആണ്. ഇനി റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ, ഇത് എ ബി സി, ഈ എയും ബിയും തമ്മിലൊരു കണക്ഷനുണ്ട്. അതേപോലെ ബിയും സിയും തമ്മിലൊരു കണക്ഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലൊരു കണക്ഷനുണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. അതേപോലെ ഇതിനെ നമുക്ക് റിലേഷൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? എയും ബിയും തമ്മിലൊരു കണക്ഷനുണ്ട്. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു ബി ആണ്. അതേപോലെ ബി റിലേറ്റഡ് ടു സി ആണ്. എന്ന് വെച്ചാൽ എ റിലേറ്റഡ് ടു സി ആണ്. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എഴുതാം എ ബി ബിലോങ്സ് ടു ആർ. അതേപോലെ ബി റിലേറ്റഡ് ടു സി എന്ന് പറയുമ്പോൾ ബി സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ എന്ന് കിട്ടിയാൽ റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നു. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് റിലേഷൻസ്.
ഇനി ഒരു റിലേഷൻ ഈ 3 പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഈ 3 ടൈപ്പും ആണ് എങ്കിൽ ആ റിലേഷൻ്റെ പേരാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ എന്ന് അറിയപ്പെടും. നെക്സ്റ്റ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഇനി എന്താണ് ഫങ്ഷൻ? 2 സെറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും യുണീക്ക് ഇമേജ് ആണ് ബിയിലുള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ എയും ബിയും 2 സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും യുണീക്ക് ഇമേജ് ആണ് ബിയിലുള്ളതെങ്കിൽ അതിനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ എടുക്കുന്നു, ഇതിനെ ഇങ്ങനെ എഴുതി. ഇങ്ങനെ വന്നാൽ ഇത് ഫങ്ഷൻ ആണോ? ഫസ്റ്റ് സെറ്റിലെ ഈ ഒരു എലമെന്റിന് ഇപ്പുറത്ത് 2 ഇമേജസ് വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇത് ഫങ്ഷൻ അല്ല. ഇനി സപ്പോസ് ഞാൻ ഇവിടെ 1 2 3 5 7 8 4 ഇവിടെ നോക്കുക. ഇവിടെ ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഇമേജ് ഉണ്ടെങ്കിലാണ് ഫങ്ഷൻ ആവുന്നത്. ഇത് ഫങ്ഷൻ ആവുന്നുണ്ടോ? ഫസ്റ്റ് സെറ്റിലെ ഈ എലമെന്റ്, ഇതിനിപ്പുറത്ത് ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഫങ്ഷൻ അല്ല. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഇനി അടുത്തത് ഈ ഫങ്ഷൻ, അതായത് എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫങ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും 1 and only 1 ഇമേജ് ആണ് ഉള്ളത് എങ്കിൽ, അതായത് സപ്പോസ് ഇവിടെ ഞാൻ x1 x2 x3 ഇവിടെയാണെങ്കിൽ y1 y2 y3 y4 x y ആണ് സെറ്റ്. ഇവിടെ നിങ്ങോട്ട് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫങ്ഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും യുണീക്ക് ഇമേജ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ റിലേഷൻ ഫങ്ഷൻ ആയത്. ഇനി ഈ ഫങ്ഷൻ ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഒറ്റ ഇമേജേ ഉള്ളുവല്ലോ. അതുകൊണ്ട് ഈ ഫങ്ഷനെ 1 1 ഫങ്ഷൻ എന്ന് വിളിക്കാം. 1 1 ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫങ്ഷൻ എന്ന് വിളിക്കാം. 1 1 ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫങ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: if distinct elements in the domain of the function have distinct images, അതായത് ഡൊമൈനിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണം. അങ്ങനെ വന്നാൽ ഈ ഫങ്ഷൻ 1 1 എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, for every x1 x2 belongs to x, f of x1 equal to f of x2 implies x1 equal to x2. അതായത് ഫസ്റ്റ് സെറ്റിലെ x1 x2 എലമെൻസിന് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ ഫങ്ഷൻ 1 1 ആണ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും 1 and only 1 ഇമേജേ വരുന്നുവെങ്കിൽ ഫങ്ഷൻ 1 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് എന്ന് പറയാം. ഇനി ഓൺ ടു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓൺ ടു എന്താണെന്നാണ് പറയാൻ പോകുന്നത്. 2 സെറ്റ് ഉണ്ട്, എക്സും വൈയും. x1 x2 x3 y1 y2 y3. ഓൺ ടു പറയുന്നത് ഇങ്ങനെയാണ്: കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും ഒരു യൂണിക് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ, കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും, അതായത് for every y belongs to y there exists an x belongs to x such that f of x equal to y. അതായത് for every y belongs to y സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിലെ ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുവെങ്കിൽ, സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ പോലെയാണ് ആ പ്രീ ഇമേജ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും, ദാറ്റ് ഈസ് ഈ റിലേഷൻ ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണം. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും
ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ പേരാണ് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് വിളിക്കാം. സർജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ഫംഗ്ഷൻ ഇത് ഓൺ ടു ആണോ? സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടോ? ഇവിടെ y4ന് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? ഓൺ ടു അല്ല. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് കണ്ടു. 1-1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. 1-1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ്, ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ്. ഇനി ഒരു ഫംഗ്ഷൻ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ 1-1ഉം ഓൺ ടുവും ആണെങ്കിൽ നമുക്കതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ 1-1 അതേപോലെ ഓൺ ടു രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ തന്നിട്ടുണ്ട്. റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആറിലാണ്. റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ നോട്ട് സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിലേഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് വെച്ച് ടൈപ്സ് ഓഫ് റിലേഷൻസിനകത്ത് റിഫ്ലെക്സീവ് ആവുന്നത് എപ്പോഴാണ്? ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവുന്നത് എപ്പോഴാണ്? എയിലെ എല്ലാ എലമെൻസിനും, അതായത് അത് ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും എ ബിലോങ്സ് ടു ആർ വരണം, അല്ലെങ്കിൽ എ റിലേറ്റഡ് ടു എ വരണം. അങ്ങനെ വന്നാൽ റിലേഷൻ റിഫ്ലെക്സീവ് ആകും. സിമെട്രിക് ആവുന്നത് എപ്പോഴാണ്? റിലേഷൻ സിമെട്രിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ റിലേറ്റഡ് ടു ബി എന്നെടുത്താൽ ബി റിലേറ്റഡ് ടു എ എന്നും കിട്ടണം. ഇനി റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? റിലേഷൻ ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണ് എങ്കിൽ എ റിലേറ്റഡ് ടു സി എന്ന് വന്നാൽ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇവിടെ നോക്കുക, നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആറിലാണ്. അപ്പോൾ ആറിലെ എല്ലാ വാല്യൂസിനും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കുമോ? അതായത് ഗിവൻ റിലേഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അതായത് ഗിവൻ റിലേഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ അതിൻ്റെ അർത്ഥം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ബി ബിലോങ്സ് ടു ആർ ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ബി ബിലോങ്സ് ടു ആർ ആണ്, അല്ലെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആണ്. നമുക്കറിയാം ഏതൊരു എലമെൻറ്റും അതിനോട് തന്നെ ഈക്വൽ ആണല്ലോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് പറയുന്നത് പോലെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ റിലേറ്റഡ് ടു എ എന്ന് എഴുതാം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ബി ബിലോങ്സ് ടു ആർ ആണ്, അല്ലെങ്കിൽ എ റിലേറ്റഡ് ടു ബി. അപ്പോൾ ഏതൊരു എലമെൻറ്റിനും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കുമോ? എ ഈക്വൽ ടു എ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എ ബിലോങ്സ് ടു ആർ ആണ്. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു എ. Therefore R is reflexive. ഇനി നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി കാണിക്കണം. അതായത് എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്താൽ ബി റിലേറ്റഡ് ടു എന്ന് കിട്ടണം. എ റിലേറ്റഡ് ടു ബി എന്ന് എടുക്കുക. എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഡെഫിനിഷൻ വെച്ച് എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കുമോ? അതായത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ആറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 നമുക്കറിയാമല്ലോ. അതിൻ്റെ അർത്ഥം 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണോ? അല്ല. അതേപോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എടുത്തു, പക്ഷേ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവുമോ? ഇല്ല. അതുകൊണ്ട് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ, അല്ലെങ്കിൽ ബി നോട്ട് റിലേറ്റഡ് ടു എ. എ ബി ബിലോങ്സ് ടു ആർ എന്നെടുത്തു, പക്ഷേ ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. ദാറ്റ് മീൻസ് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. തേർഡ് പ്രോപ്പർട്ടി, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? ട്രാൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി എന്ന് എടുക്കണം.
അപ്പോൾ let A related to B, B related to C. That is, A related to B means AB belongs to R. That means A less than or equal to B. B related to C എന്ന് പറഞ്ഞാലോ, B related to C എന്ന് പറഞ്ഞാൽ BC belongs to R എന്നാണ്. AB belongs to R എന്ന് വന്നപ്പോൾ A ചെറുതാണ് B യെ കാട്ടിലും. അങ്ങനെയാണെങ്കിൽ BC belongs to R means B less than or equal to C. That is, B less than or equal to C. ഇനി A less than or equal to B യും B less than or equal to C യും വന്നാൽ, അതായത് ഇപ്പോൾ നമ്മൾ 2, 5, 8 ഇത് A, B, C ഇങ്ങനെ എടുത്തു. നമുക്കറിയാം 2 less than 5 ആണ്. അതേപോലെ B less than C ഇങ്ങനെ എടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? 2 less than 8 എന്നല്ലേ? അതായത് A less than C എന്നല്ലേ? That means A less than or equal to C. A less than or equal to B വന്നപ്പോൾ AB belongs to R ആയി. അപ്പോൾ A less than or equal to C വരുമ്പോൾ AC belongs to R, അല്ലെങ്കിൽ A related to C. നമ്മൾ എടുത്തത് എന്താണ്? A related to B, B related to C എന്ന് എടുത്തു. നമുക്ക് കിട്ടി A related to C എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞൂടെ? Therefore, relation is transitive. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Check whether relation R in R defined by R equal to ordered pair AB such that A less than or equal to B cube is reflexive, symmetric or transitive. അതായത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. തന്നിരിക്കുന്ന റിലേഷൻ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂ. ഇനി നമുക്കറിയാം റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്താണ്? എ റിലേറ്റഡ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഏത് സെറ്റിലാണോ ഡിഫൈൻ ചെയ്യുന്നത് അവിടുത്തെ എല്ലാ എലമെൻസിനും എ റിലേറ്റഡ് ടു എ ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി, എ റിലേറ്റഡ് ടു ബി ആണ് എങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. തേർഡ് പ്രോപ്പർട്ടി, എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണ് എങ്കിൽ എ റിലേറ്റഡ് ടു സി ആണ് എങ്കിൽ ട്രാൻസിറ്റീവ് ആകും. ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് എ റിലേറ്റഡ് ടു എന്ന് കിട്ടണം. ഇവിടെ നമ്മൾ എ റിലേറ്റഡ് ടു ബി എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എയും എ ക്യൂബും ഇത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമോ? അതെ, നമുക്കറിയാം റിലേഷനിലെ റിയൽ നമ്പേഴ്സിൽ എപ്പോഴും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ മീൻസ് എ റിലേറ്റഡ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എ റിലേറ്റഡ് ടു ബി. അപ്പോൾ ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി. അപ്പോൾ ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ റിലേറ്റഡ് ടു എ. ഏത് വാല്യൂസിനും ആറിലെ എല്ലാ വാല്യൂസിനും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആണ്. ദാറ്റ് മീൻസ് എ റിലേറ്റഡ് ടു എ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താ എടുക്കണ്ടേ? എ റിലേറ്റഡ് ടു ബി എന്ന് എടുക്കാം. ലെറ്റ് എ റിലേറ്റഡ് ടു ബി, അല്ലെങ്കിൽ എ റിലേറ്റഡ് ടു ബി മീൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് എക്സാമ്പിൾസ് എടുക്കാം. അതായത് എക്ക് -1 ബിക്ക് 1 കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അങ്ങനെയുള്ള എയും ബിയും എടുത്തു. ബി റിലേറ്റഡ് ടു എന്ന് കിട്ടുന്നുണ്ടോ? ബി റിലേറ്റഡ് ടു എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ബി റിലേറ്റഡ് ടു എ എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. ബി റിലേറ്റഡ് ടു എന്ന് വന്നാലോ നേരെ തിരിച്ചു വരണം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് വരണ്ടേ? എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് എന്ന് വരണം.
ബി റിലേറ്റഡ് ടു എ എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഈ ഡെഫിനിഷൻ വെച്ച് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് കിട്ടണം. ഇവിടെ നമ്മുടെ ബി എന്നുള്ളത് 1 ആണ്. -1ന്റെ ക്യൂബ് അത് -1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ? അല്ല. അതായത് ബി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ്. ദാറ്റ് മീൻസ് ബി നോട്ട് റിലേറ്റഡ് ടു എന്ന് പറയാം, അല്ലെങ്കിൽ ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. അതായത് എ ബി ബിലോങ്സ് ടു ആർ എന്നെടുത്തു, ബി എ നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് കിട്ടി. Therefore R is not symmetric. ഇനി തേർഡ് പ്രോപ്പർട്ടി ട്രാൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ കൗണ്ടർ എക്സാമ്പിൾസ് എടുക്കുന്നു. അതായത് ഇപ്പോൾ ലെറ്റ് എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി എന്നെടുത്തു. ഇനി എക്ക് നമ്മൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എ റിലേറ്റഡ് ടു ബി മീൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. ഇവിടെ ബി റിലേറ്റഡ് ടു സി മീൻസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയ്ക്കും ബിക്കും സിക്കും 3 വാല്യൂസ് കൊടുക്കുകയാണ്. എയ്ക്ക് -1/4 എന്നും ബിക്ക് -1/2 എന്നും സിക്ക് -1/3 എന്നും കൊടുത്താൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ബി സി 3 വാല്യൂസ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആവുന്നുണ്ടോ? നമുക്കറിയാം -1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/2ന്റെ ക്യൂബ്. ദാറ്റ് ഈസ് -1/2 ഇൻറ്റു -1/2 ഇൻറ്റു -1/2. ദാറ്റ് ഈസ് -1/8. ദാറ്റ് ഈസ് -1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 ആണ്. അതേപോലെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ്, -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/27. ഇങ്ങനെ നമ്മൾ എയും ബിയും സിയും എടുത്താൽ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് എ റിലേറ്റഡ് ടു സി എന്ന് കിട്ടണം. അതായത് ഇവിടെ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ -1/4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ്. സി ഇതാണ്. അപ്പോൾ സി ക്യൂബ് -1/27. -1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/27 ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാലേ ഉള്ളൂ നമുക്ക് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ റിലേഷൻ നോട്ട് ട്രാൻസിറ്റീവ്. Next question. Show that the relation R in set 1, 2, 3 given by R equal to 1, 2, 2, 1 is symmetric but neither reflexive nor transitive. അതായത് എ എന്നുള്ള സെറ്റ് പോലെ, അതായത് തന്നിരിക്കുന്ന സെറ്റാണ് 1, 2, 3. ആ 1, 2, 3 ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ സിമെട്രിക് ആണോ എന്ന് നോക്കണം, റിഫ്ലെക്സീവ് ആണോ നോക്കണം, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ആദ്യം നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്ന് എഴുതി വെക്കാം. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു? റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും എ റിലേറ്റഡ് ടു എ എന്ന് പറയാൻ പറ്റണം. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സിമെട്രിക് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. തേർഡ് പ്രോപ്പർട്ടി ഇതാണ്. തേർഡ് പ്രോപ്പർട്ടി മീൻസ് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി. ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആവണം. ഇനി നമുക്കിവിടെ നോക്കുക റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് എ തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണോ? അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? തന്നിരിക്കുന്ന സെറ്റ് 1, 2, 3 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി നോക്കാനായിട്ട് 1, 1 റിലേഷനിലുണ്ടോ, അതേപോലെ അതായത് തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. 1, 1 അതേപോലെ 2, 2 അതേപോലെ 3, 3. ഇത് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ മാത്രമേ
റിലേഷൻ റിഫ്ലെക്സീവ് ആവുന്നുള്ളൂ. നമുക്കിവിടെ 1 1 ബിലോങ്സ് ടു R ആണോ? അല്ല. 2 2 ബിലോങ്സ് ടു R ഉണ്ടോ? ഇല്ല. 3 3 ബിലോങ്സ് ടു R ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് അപ്പോൾ എന്താ കിട്ടിയത്? ഇവിടെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി പറയുന്നത് തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ? 1 1 ബിലോങ്സ് ടു R അല്ല, 2 2 ബിലോങ്സ് ടു R അല്ല, 3 3 ബിലോങ്സ് ടു R അല്ല. Therefore R is not reflexive. Then രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമെട്രിക് പ്രോപ്പർട്ടി. സിമെട്രിക് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്താൽ ബി റിലേറ്റഡ് ടു എയും ആയിരിക്കണം. അതായത് എ റിലേറ്റഡ് ടു ബി, അതായത് ഇപ്പോൾ ഇതിനകത്ത് ഒരു 1 2 എടുത്തു, 1 2 ബിലോങ്സ് ടു R എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 1 ബിലോങ്സ് ടു R ഉണ്ടോ? 2 1 ബിലോങ്സ് ടു R ഉണ്ട്. Therefore റിലേഷൻ സിമെട്രിക് ആണല്ലോ. ഇനി തേർഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതായത് എ റിലേറ്റഡ് ടു ബി എന്നും ബി റിലേറ്റഡ് ടു സി എന്നും എടുത്താൽ എ റിലേറ്റഡ് ടു സി കിട്ടുന്നുണ്ടോ? 1 2 ബിലോങ്സ് ടു R എന്ന് എടുത്തു, അതേപോലെ 2 1 ബിലോങ്സ് ടു R എന്ന് എടുത്തു. പക്ഷേ 1 1 ബിലോങ്സ് ടു R ഉണ്ടോ? ഇല്ല. അതായത് ഈ റിലേഷനിലെ 1 2 എടുത്തു, റിലേഷനിലെ 2 1 എടുത്തു, പക്ഷേ റിലേഷനിൽ 1 1 ഇല്ല. അതുകൊണ്ട് R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഏത് സെറ്റിലാണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആ സെറ്റിലെ എല്ലാ എലമെൻസിനും നമുക്ക് എ റിലേറ്റഡ് ടു എ എന്ന് എഴുതാൻ പറ്റിയാൽ റിലേഷൻ റിഫ്ലെക്സീവ് ആകും. ഇനി രണ്ടാമത്തെ റിലേഷൻ പ്രോപ്പർട്ടി സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്താൽ, അതായത് ഇപ്പോൾ ഇവിടെ 1 റിലേറ്റഡ് ടു 2 അല്ലെങ്കിൽ 1 2 ബിലോങ്സ് ടു R എന്ന് എടുത്താൽ 2 1 റിലേഷനിലുണ്ട്. അതുകൊണ്ടാണ് റിലേഷൻ സിമെട്രിക് ആയത്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? 1 2 2 1 എടുത്താൽ 1 1 റിലേഷനിലുണ്ട് എങ്കിൽ ട്രാൻസിറ്റീവ് ആയേനെ. Next question. Let A be the set of all 50 students of class 10 in a school. Let f from A to n be a function defined by f of x equal to roll number of student x. Show that f is 1 1 but not on 2. അതായത് A എന്നുള്ള set of 50 students of class 10. ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലെ 50 സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് എ എന്നുള്ളത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്നും എന്നിലേക്കാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് എക്സ് ആണ്. റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് എക്സ്. എക്സ് എന്നൊരു കുട്ടിയുടെ റോൾ നമ്പർ ആണ് എഫ് ഓഫ് എക്സ്. ഈ എഫ് 1 1 ആണോ 1 2 ആണോ എന്ന് നോക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് എന്നതൊരു കുട്ടിയാണ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എ എന്നുള്ള സെറ്റിൽ നിന്നും എന്നിലേക്ക് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സ് ആണ് ഒരു കുട്ടിയെങ്കിൽ ആ കുട്ടിയുടെ റോൾ നമ്പറാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എയിൽ എത്ര പേരുണ്ട്? 1 to 50 അല്ലേ? 1 2 3 എക്സെട്ര അപ് ടു 50 ആണ് എയിലെ നമ്പർ. അതായത് ക്ലാസ് 10ലെ 50 സ്റ്റുഡൻസ് ആണ് എയിൽ വരുന്നത്. ഇനി ഇവിടെ ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് 1 2 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അവസാനം നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് നോക്കണം. 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഒറ്റൊരു ഇമേജേ വരാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 1 ആകും. ഇവിടെ നോക്കിയേ, ഓരോ കുട്ടിക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു റോൾ നമ്പർ ഉണ്ടല്ലോ. അതായത് എക്സ് എന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ റോൾ നമ്പറാണ് എഫ് ഓഫ് എക്സ്. നമ്മൾ ഒന്നാമത്തെ കുട്ടിയുടെ റോൾ നമ്പറാണ് 1, രണ്ടാമത്തെ കുട്ടിയുടെ റോൾ നമ്പറാണ് 2. അതായത് ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും റോൾ നമ്പർ ഉണ്ടല്ലോ. അതായത് ഓരോ കുട്ടിക്കും ഓരോ റോൾ നമ്പർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഫംഗ്ഷൻ 1 1 ആണ് എന്ന് പറയാം. ഇനി ഓൺ 2 ആണോ? ഓൺ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്തെ പ്രീ ഇമേജ് വേണം. ഇവിടെ നോക്കുക, സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടോ? നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു 52 ഉണ്ട്.
ഈ 52-ന് ഇപ്പുറത്തെ പ്രീ ഇമേജ് ഉണ്ടോ? കാരണം ഇവിടെ 50 സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ. 52 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ഈ നമ്പറിന് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം F ഈസ് നോട്ട് ഓൺ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് F from n to n given by f of x equal to 2x is 1 1 but not on 2. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ, അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. f of x equal to 2x. ഇനി പ്രോബ്ലം ചെയ്യാനായി ഒന്നെങ്കിൽ നമുക്ക് ഫിഗർ വരച്ച് നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലേക്കാണ്, ഇത് എഫ് ആണ്. ഇനി ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ ഇതാണ് എഫ് ഓഫ് എക്സ്, അതായത് ആ എഫ് ഓഫ് എക്സ് ആണ് 2x, അതായത് ഈ എഫ് ഓഫ് എക്സ് 2x ആണ്. അതാണ് ഈ ഫംഗ്ഷൻ്റെ അർത്ഥം. നമുക്കിതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഫിഗറിൽ കൂടെ തന്നെ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ നോക്കാം. നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലേക്ക് എഫ് ഡിഫൈൻ ചെയ്യുന്നു. ഇനി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര ആണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സെട്ര ആണ്. എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് 2x വേണം. അപ്പോൾ എക്സ് അല്ലെങ്കിൽ 1 ആണെങ്കിൽ, അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ ഇപ്പുറത്ത് 2x ആയിട്ട് വേണം വരാൻ. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇപ്പുറത്ത് 1 ഇൻറ്റു 2 2 2 ആണെങ്കിൽ 4, ഇങ്ങനെ വേണം റിലേഷൻ വരാൻ. 4 ആണെങ്കിലോ 4 ഇൻറ്റു 2 8, ഇങ്ങനെയാണ് നമ്മളുടെ റിലേഷൻ വരുന്നത്. ഇനി ഇതിനെ നമുക്ക് 1 1 ആണോ, 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും അപ്പുറത്ത് ഇമേജ് ഉണ്ടോ, അതായത് ഇപ്പോൾ 3യുടെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 2x വരണം. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 3ക്ക് നമുക്ക് ഇപ്പുറത്ത് 3 ഇൻറ്റു 2 6 അല്ലേ. അപ്പോൾ 1 2 2 4 3 6 4 8, ഇങ്ങനെയാണ് റിലേഷൻ പോകുന്നത്. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്ത് ഇമേജ് ഉണ്ട് എങ്കിൽ 1 1 ആകും. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്ത് ഇമേജ് ഉണ്ടോ? ഉണ്ടല്ലോ. കാരണം എന്താ, ഇവിടെ 1 2 3 4 5 6 എക്സെട്ര വരും, ഇവിടെയും 1 2 3 4 5 6 എക്സെട്ര വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്ത് ഇമേജ് ഉണ്ട്. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്ത് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് 1 1. അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് ഫോർ എവറി x1 x2 ബിലോങ്സ് ടു x, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്താൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ എഫ് 1 1 ആയിരിക്കും. അതാണ് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. നമ്മളിവിടെ ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുക്കുന്നു. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x എന്താണ്, 2x. അപ്പോൾ എഫ് ഓഫ് x1 2x1, എഫ് ഓഫ് x2 2x2, 2 2 ക്യാൻസൽ ചെയ്ത് പോയി x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുന്നു. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. therefore f is 1 1. അപ്പോൾ ഒന്നെങ്കിൽ ഈ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഓൺ ടു ആണോ, ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡൊമൈനിലെ എല്ലാവർക്കും ഡൊമൈനിൽ എലമെന്റ് വേണം. അതായത് ഇപ്പോൾ കോഡൊമൈനിൽ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിക്കേ, ഇവിടെ 3 സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടോ, അതായത് സെക്കൻഡ് സെറ്റിൽ ഒരു 3 ഉണ്ട്, അതിനിപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ലെറ്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ, കോഡൊമൈനിലെ ഒരു എലമെന്റ് എടുത്തു. പക്ഷേ y അല്ല, ലെറ്റ് 3 ബിലോങ്സ് ടു കോഡൊമൈൻ. ഈ 3 എടുത്താൽ 3ക്ക് പ്രീ ഇമേജ് ഉണ്ടോ, ഇല്ല. ബട്ട് 3 ഹാസ് നോ പ്രീ ഇമേജ്. അതായത് 3 എടുത്തപ്പോൾ 3ക്ക് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. Prove that f from R2 are given by f of x equal to 2x is 1 1 and on 2. ഇതെങ്ങനെ ചെയ്യും നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R2 R ആണ്. അതായത് നമുക്കറിയാം റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നു. എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു,
ഇവിടെ എക്സ് എടുത്താൽ ഇപ്പുറത്ത് 2x ആണ്. ഇത് 1 1 ആണോ 1 2 ആണോ? നമുക്ക് 1 1 കാണിക്കാൻ വേണ്ടിയിട്ട് ഫോർ എവറി x1 x2 belongs to x, f of x1 equal to f of x2 എന്ന് എടുക്കുക. ദാറ്റ് ഈസ് f of x 2x ആണ്. f of x 2x ആണ്. അതുകൊണ്ട് f of x1 എന്തായിരിക്കും? 2x1. ദാറ്റ് ഈസ് 2x1 ഈക്വൽ ടു f of x2 2x2. ഇതാ ക്യാൻസൽ ചെയ്ത് പോവും. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുന്നു. അതായത് f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുത്തു, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. Therefore f is 1 1. നെക്സ്റ്റ് ഓൺ ടു ചെക്ക് ചെയ്യണം. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്തെ പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതാണല്ലോ നമ്മളുടെ എഫ് ഓഫ് എക്സിനെ നമുക്ക് y എന്ന് വിളിക്കാം. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഓൺ ടു കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർ എവറി y ബിലോങ്സ് ടു y, സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഇപ്പുറത്തെ പ്രീ ഇമേജ് ഉണ്ടോ? നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന 6ൽ നിന്ന് 6ലേക്കാണ്. അതായത് നമ്മൾ ഇവിടെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു വാല്യൂ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഞാൻ 1 എടുത്തു, ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു എലമെന്റ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഇവിടെ x ആണെങ്കിൽ ഇവിടെ 2x ആയിരിക്കണം. അതായത് ഇവിടെ y ആണെങ്കിൽ ഇപ്പുറത്ത് ആരായിരിക്കണം? x/2 ആയിരിക്കണം. അതായത് ഇവിടെ ഈ y ആണ് 2x, അപ്പോൾ ഇവിടെ x/2 ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ 1 എടുത്താൽ ഇപ്പുറത്ത് 1/2 ഉണ്ടോ? ഉണ്ട്, കാരണം ഇത് 6 അല്ലേ. അതേപോലെ ഞാൻ ഇവിടെ ഒരു -3 എടുത്തു, -3യുടെ പ്രീ ഇമേജ് ഉണ്ടോ? -3/2, അതും 6ലുണ്ടല്ലോ. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിലെ എലമെന്റ് ഉണ്ടോ? ഉണ്ട്. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഫോർ എവറി y belongs to y there exists x belongs to x such that f of x equal to y. Therefore f is onto. അപ്പോൾ ഇതിന് വേറെ എക്സാമ്പിൾസും നമുക്ക് കാണിക്കാം. അതായത് ഇപ്പോൾ R2 R ആണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് 1 അതിനെ നമുക്ക് ഫിഗറിൽ കൂടെ എങ്ങനെ കാണിക്കാം? ഇവിടെ x ആണെങ്കിൽ ഇപ്പുറത്ത് 2x ആവണം. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇപ്പുറത്ത് 1 × 2 2, ഇവിടെ 4 ആണെങ്കിൽ 2 × 2 8, -2/3 ആണെങ്കിൽ ഇവിടെ × 2 -4/3. അതായത് ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും സെക്കൻഡ് സെറ്റിൽ എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എഫ് 1 1 ആയി. ഇനി നേരെ ഓപ്പോസിറ്റ്, സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിലെ ആൾക്കാരുണ്ടോ? അതായത് ഇപ്പോൾ ഇവിടെ 8 എടുത്തു, 4 ഉണ്ട്. ഇവിടെ ഞാൻ വേറെ ഏത് വാല്യൂ എടുത്താലും, അതായത് ഈ 8/2 ആണ് ഇവിടെ, 2/2 ആണ് ഇവിടെ, -4/3 -4/3യുടെ /2 അതാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ഈ സെക്കൻഡ് സെറ്റിൽ ഏത് എലമെന്റ് എടുത്താലും അതിൻ്റെ ഹാഫ് ആയിട്ടൊരു വാല്യൂ ഈ സെറ്റിൽ ഉണ്ടാവും. കാരണം ഈ സെറ്റ് 6 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ ഓൺ ടു ആണെന്നും കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് f from n to n given by f of 1 equal to f of 2 equal to 1, f of x equal to x minus 1 for every x greater than 2 is on to but not 1 1. അതായത് ഫംഗ്ഷൻ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 2ഉം 1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x-1 ആകുന്നു x greater than 2 ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് ഇനി നമുക്ക് ഈ റിലേഷൻസ് എങ്ങനെ എഴുതി വെക്കാം? അതായത് ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 ആണ് 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇമേജ് ആണ് 1, ദാറ്റ് ഈസ് ഇങ്ങനെ. അതേപോലെ 2ൻ്റെ ഇമേജും 1 ആണ്, 2ൻ്റെ ഇമേജും 1 ആണ്. ഇനി x greater than 2 ആകുമ്പോൾ, x greater than 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ഏതാ? 3 4 5 എക്സെട്ര. ഇനി എക്സിന് 3 4 5 എക്സെട്ര ആകുമ്പോൾ x-1 ആയിരിക്കും ഫംഗ്ഷൻ. അതായത് x 3 ആകുമ്പോൾ 3യുടെ
3യുടെ ഇമേജ് എന്തായിരിക്കും? 3 മൈനസ് 1 2, അതായത് 3 2. എക്സ് 4 ആകുമ്പോൾ 4 മൈനസ് 1 3. ഇനി എക്സ് 5 ആകുമ്പോൾ 5 മൈനസ് 1 4. ഇങ്ങനെയായിരിക്കും ഈ ഫംഗ്ഷൻ വരുന്നത്. ഇത് 1 1 ആണോ? 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും അപ്പുറത്ത് ഇമേജ് വേണം. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഫംഗ്ഷനിൽ നമ്മളിതിനെ നോക്കിക്കേ, ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും 1 ആൻഡ് ഓൺലി 1 ഇമേജേ വരാവുള്ളൂ. അതായത് ഇവിടെ ഇതിനെ നമ്മൾ എഴുതുമ്പോൾ 1 1, അതേപോലെ 2 1, 3 2, 4 3, 5 4 എക്സെട്ര. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വണ്ണിൻ്റെയും ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും 1 ആൻഡ് ഓൺലി 1 ഇമേജേ വരാവുള്ളൂ. അതായത് ഇപ്പോൾ 1നും 1 ആണ്, 2നും 1 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 ആവുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 ആവുന്നില്ല. സോറി, ഫംഗ്ഷൻ ഓൺ ടു ആവില്ല. അല്ല സോറി, 1 1 ആവുന്നില്ല. അതായത് നമുക്ക് 2 എലമെൻറ്റ്സ് എടുത്തു. അതായത് ഈ 1 എന്നുള്ളത് 1ന്റെ ഇമേജും 1 ആണ്, 2ന്റെ ഇമേജും 1 ആണ്. അപ്പോൾ നമ്മുടെ റൂള് തെറ്റിപ്പോയില്ലേ? അതുകൊണ്ട് ഫംഗ്ഷൻ നോട്ട് 1 1. ഇനി ഓൺ ടു ആണോ? സോറി, നോട്ട് 1 1. ഓൺ ടു ആണോ? സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും പുറത്ത് പ്രീ ഇമേജ് ഉണ്ടോ? നോക്കിക്കേ, ഫിഗറിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ, പുറത്ത് പ്രീ ഇമേജ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ എവരി y belongs to codomain there exists x belongs to x such that f of x equal to y. Hence, this relation is on to. Next question. F defined from R to R, f of x equal to 3 minus 4x. 1 1 ആണോ on 2 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് for every x1 x2 belongs to x, f of x1 equal to f of x2 എന്ന് എടുക്കുക. That is f of x 3 minus 4x. അപ്പോൾ f of x1 എന്താകും? 3 minus 4x1. f of x2 എന്താകും? 3 minus 4x2. 3 3 ക്യാൻസൽ ആയി പോയി. minus 4x1 equal to minus 4x2. That is x1 equal to x2. That is f is 1 1. ഇനി ഓൺ ടു ആണോ? ഓൺ ടുവിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് ലെറ്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ. അപ്പോൾ y ഏത് ഫോമിലായിരിക്കും? y എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആണ്, അതായത് 3 മൈനസ് 4x ആണ്. ഇതിൽ നിന്ന് എക്സ് മാത്രം കൊണ്ടുവരിക. അതായത് നമ്മൾക്ക് ശരിക്കും പ്രോപ്പർട്ടി എന്താണ്? സെക്കൻഡ് ഇത് എക്സും ഇത് എഫ് ഓഫ് എക്സുമാണ്, അല്ലെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ് വൈ ആണ്. നമ്മുടെ ഓൺ ടു ആണോ നോക്കാനുള്ള പ്രോപ്പർട്ടി ഇതാണ്. സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീമേജ് ഉണ്ടോ? അപ്പോൾ ഇവിടെ സെക്കൻഡ് സെറ്റിലെ എലമെന്റ് എടുത്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് സെറ്റിൽ പ്രീമേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. അതായത് y ഈക്വൽ ടു 3 മൈനസ് 4xൽ നിന്ന് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4x ഈക്വൽ ടു 3 മൈനസ് y എന്ന് എഴുതാം. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 3 മൈനസ് y ബൈ 4 ആണ്. ഇനി നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ആറിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു വാല്യൂ ഫസ്റ്റ് സെറ്റിൽ കിട്ടുമോ? നമുക്കറിയാം ആറിൽ ഇങ്ങനൊരു എലമെന്റ് ഉണ്ടോ? ഉണ്ട്. അതായത് നമുക്കിപ്പോൾ പക്ഷെ ഇതൊരു നാച്ചുറൽ നമ്പറിൻ്റെ ആയിരുന്നെങ്കിലോ, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആയിരുന്നെങ്കിലോ, നമ്മൾ എക്സ് എന്നുള്ളത് 3 മൈനസ് വൈ ബൈ 4 എന്ന് കിട്ടുന്നു. വൈക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ ഫസ്റ്റ് സെറ്റിൽ വരുമോ? ഇല്ല. അപ്പോൾ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആയിരുന്നെങ്കിൽ
ഇങ്ങനെ ബിലോങ്സ് ടു എന്ന് എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ റിയൽ ടു റിയൽ ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ x എന്ന് പറയുന്നത് 3 - y/4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനൊരു വാല്യൂ ഇവിടെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? f is on to. അപ്പോൾ ഇവിടെ f 1 ഓൺ 2മായി 1 ഓൺ 2 ആയതുകൊണ്ട് എഫിനെ നമുക്ക് ബൈജക്റ്റീവ് ആണ് എന്ന് പറയാം. നെക്സ്റ്റ് കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ്. 3 സെറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നു. അതായത് എയും ബിയും സിയും 3 സെറ്റുകളാണ്. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ എഫ് ഡിഫൈൻ ചെയ്യുന്നു. അതായത് എയിൽ നിന്നും ബിയിലേക്ക് എഫ് ഡിഫൈൻ ചെയ്തു. ബിയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ ജി ഡിഫൈൻ ചെയ്യുന്നു. അതായത് ബിയിൽ നിന്നും സിയിലേക്ക് ജി എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. നോക്കുക, ഇവിടുത്തെ ഒരു എലമെന്റ് എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ് ആയതുകൊണ്ട് ഇവിടുത്തെ എലമെന്റ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഒരു എലമെന്റ് എക്സ് ആണ്. ഇവിടുന്ന് അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എഫുമാണ് ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ആയിരിക്കും ഈ സെറ്റിലെ എലമെന്റ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജി അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജി ആയതുകൊണ്ട് ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഇത്രയുമേ ഉള്ളൂ കാര്യം. നമ്മൾ എക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജി ആയതുകൊണ്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും സിയിലെ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജി ഡോട്ട് എഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോമ്പസിഷൻ ജി ഡോട്ട് എഫ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതിനെയാണ് കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ജി ഡോട്ട് എഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് സിയിലേക്കാണ് അല്ലേ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു എക്സും ഉണ്ട്, ഇവിടെ എഫും ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂവിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജി ഡോട്ട് എഫ്, ഇവിടെ എക്സ്. അപ്പോൾ ഈ വാല്യൂ എന്തായി? ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. അതായത് ആദ്യത്തെ സെറ്റിലെ എക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ് ആണെങ്കിൽ ഈ എലമെന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആവുന്നത് പോലെ ഇത് എക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജി ഡോട്ട് എഫ്, അതായത് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി. അപ്പോൾ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. എ ബി സി 3 സെറ്റുകളുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എഫ്, ബിയിൽ നിന്ന് സിയിലേക്ക് ജി. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരിക്കും, ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് ജി ഡോട്ട് എഫ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതാണ് നമ്മളുടെ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഇവിടെ ഡെഫിനേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. എഫ് തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. ഇനി ജി ഡോട്ട് എഫ് ആണ് എഴുതേണ്ടത്. നമുക്ക് 2 സെറ്റ് 1 3 4 1 2 5 ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് ഇങ്ങനെ. ഇനി ഈ 1 to 5 നിന്നും 1 3യിലേക്കാണ്. അതായത് 1 to 5 നിന്നും 1 3 എന്നൊരു അടുത്ത സെറ്റ്, അതിലാണ് ജി ഡിഫൈൻ ചെയ്തേക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എന്താണ്? 1 2, അതായത് 1 2 3 5, ദാറ്റ് ഈസ് 3 5. പിന്നെ 4 1. ജി എന്താണ് പറഞ്ഞേക്കുന്നത്? 1 3, അതായത് ജി എന്ന് പറയുന്നത് 1 3. 2 3, that is 2 3. 5 1, that is 5
1. അങ്ങനെയാണെങ്കിൽ ജി ഡോട്ട് എഫ് എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജി ഡോട്ട് എഫ് ഡിഫൈൻ ചെയ്യുന്നത്. കൂടാതെ ഇവിടെ ഒരു എക്സ് ആണെങ്കിൽ ഇവിടുത്തെ എലമെന്റ് എങ്ങനെ എഴുതണം? ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത്. നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജി ഡോട്ട് എഫ് ഓഫ്, അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ജി ഡോട്ട് എഫ് ഓഫ് 1 ഉണ്ടാവും, ജി ഡോട്ട് എഫ് ഓഫ് 3 ഉണ്ടാവും, ജി ഡോട്ട് എഫ് ഓഫ് 4 ഉണ്ടാവും. ഇനി നമ്മളുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഡെഫിനിഷൻ. അപ്പോൾ നോക്കിക്കേ, ജി ഡോട്ട് എഫ് ഓഫ് 1 എന്താകും? അതായത് ഈ ഡോട്ട് മാറ്റി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 1. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 2 ആണ് അല്ലേ? അപ്പോൾ ജി ഓഫ് 2. ജി ഓഫ് 2 എന്താണ്? ജി ഓഫ് 2 3. അടുത്തത് ഇവിടെ ജി ഡോട്ട് എഫ് ഓഫ് 3. അപ്പോൾ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതി? ഈ ഡോട്ട് മാറ്റിയിട്ട് ബ്രാക്കറ്റ് അങ്ങ് എഴുതി. അതേപോലെ ഇവിടെ നമുക്ക് എഴുതാം ജി ഓഫ് എഫ് ഓഫ് 3. ഇനി എഫ് ഓഫ് 3 എന്താണ്? എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ജി ഡോട്ട് 5. ഇനി ജി ഡോട്ട് 5 എന്താണ്? സോറി, ജി ഓഫ് 5, അതായത് ജി ഓഫ് 5 എന്ന് പറയുന്നത് 1. അതേപോലെ ജി ഡോട്ട് എഫ് ഓഫ് 4, ജി ഓഫ് എഫ് ഓഫ് 4, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 4. 4 എഫ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 1. ജി ഓഫ് 1, ജി ഓഫ് 1 3. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ആയിട്ട് എഴുതാം? ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് സെറ്റ് 1 3 3 1 3 1 4 3. ഇനി ഇത് തന്നെയല്ലേ നമ്മുടെ ഈ ഗ്രാഫിനകത്ത് വരുന്നത്? ജി ഡോട്ട് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 3 എന്ന് വരും. അടുത്തത് ജി ഡോട്ട് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 1 എന്ന് വരുന്നു. അതായത് 3 5 ആയി 5 1 ആയി. ഇനി ജി ഡോട്ട് എഫ് ഓഫ് 4 എന്ന് പറയുന്നത്, ജി ഡോട്ട് എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 4 1 ആയി 1 3 ആയി. ദാറ്റ് ഈസ് 4 3. അപ്പോൾ നമ്മുടെ ഗ്രാഫിലും ഇത് തന്നെയല്ലേ വന്നത്? അതായത് ജി ഡോട്ട് എഫ് ഓഫ് 1 1 to 2 ആയി, 2 to 3 ആയി. അതായത് 1 3. അതാണ് 1 3. ഇനി അടുത്തത് 3 ആവുമ്പോൾ 3 to 5 വന്നു, 5 to 1, അതായത് 3 1, അതായത് 3 1. ഇനി 4 ആവുമ്പോൾ 4 1ലേക്ക് വന്നു, 1 3ലേക്ക് പോയി, അതായത് 4 3. Next question. Find g dot f and f dot g if f of x equal to mod x, g of x equal to mod 5x minus 2. ഇനി നമുക്ക് g dot f കണ്ടുപിടിക്കണം. g dot f ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? g dot f of x എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് മാറ്റിയിട്ട് ബ്രാക്കറ്റ് g of f of x. ഇനി g of f of x എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു? mod x. ഇനി നോക്കിക്കേ, നമ്മൾ ജി ഓഫ് എക്സ് ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഒരു എക്സ് എഴുതി, ഇവിടെ ഒരു എക്സ് ആണെങ്കിൽ ആദ്യം അബ്സല്യൂട്ട് വാല്യൂ ഇടുക, 5 എഴുതുക, എന്നിട്ട് ഈ വാല്യൂ എന്താണോ അത് എഴുതുക, -2 ചെയ്യുക. അങ്ങനെ വന്നാൽ ജി ഓഫ് മോഡ് എക്സ് എങ്ങനെ എഴുതും? അതായത് ആദ്യം അബ്സല്യൂട്ട് വാല്യൂ എഴുതുക, 5 എഴുതുക, ഇവിടെ ഏതാണോ അത് ഇവിടെ എഴുതുക. അതായത് ഇവിടെ മോഡ് എക്സ് അല്ലേ, അതുകൊണ്ട് ഇവിടെ മോഡ് എക്സ് എഴുതി, -2 എഴുതി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 5 മോഡ് എക്സ് -2. ഇതാണ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എങ്ങനെ എഴുതും? ഡെഫിനിഷൻ വെച്ച് എങ്ങനെ എഴുതും? എഫ് ഡോട്ട് മാറ്റിയിട്ട് ബ്രാക്കറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ്
g of x മോഡുലസ് ഓഫ് 5x മൈനസ് 2. ഇനി എഫ് ഓഫ് എക്സ് നമ്മൾ എങ്ങനെ എഴുതിയത്? മോഡ് എക്സ് ആണ്, അതായത് മോഡുലസ് സിമ്പലിനകത്തോട്ട് ഈ വാല്യൂ അതേപോലെ അങ്ങ് എഴുതി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മോഡുലസ് 5x മൈനസ് 2 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് ഇവിടെ എക്സ് വന്നപ്പോൾ അബ്സല്യൂട്ട് വാല്യൂവിനകത്തോട്ട് ഈ വാല്യൂ അങ്ങ് എഴുതി വെച്ചു. അപ്പോൾ ആദ്യം അബ്സല്യൂട്ട് വാല്യൂ എഴുതുക, അബ്സല്യൂട്ട് സിമ്പൽ ഇടുക. എന്നിട്ട് അതായത് നമ്മൾ ഇതെങ്ങനെയാണ് എഴുതിയതെന്ന് ആദ്യം മനസ്സിലാക്കുക. എഫ് ഓഫ് എക്സ് എഴുതിയത് അബ്സല്യൂട്ട് വാല്യൂവിനകത്തോട്ട് ഈ എക്സിനെ അങ്ങ് എഴുതി. അപ്പോൾ എഫ് ഓഫ് മോഡ് 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 5x മൈനസ് 2 എന്ന് പറഞ്ഞാൽ ആദ്യം അബ്സല്യൂട്ട് വാല്യൂ എഴുതിയിട്ട് ഇത് അതേപോലെ ഇങ്ങോട്ട് എഴുതി. അതായത് ഇത് മുഴുവൻ അതേപോലെ എഴുതുക 5x മൈനസ് 2. ദാറ്റ് ഈസ് മോഡുലസ് 5x മൈനസ് 2. ഇനി മോഡ് വന്നാൽ മോഡുലസ് 5x മൈനസ് 2. Next, find g dot f and f dot g if f of x equal to 8x cube, g of x equal to x raised to 1 by 3. g dot f of x define ചെയ്തത് g of f of x equal to g of f of x തന്നിട്ടുണ്ട് 8x cube. ഇനി നമുക്ക് g of x എങ്ങനെ എഴുതി? ആദ്യം x എഴുതി, അതായത് ഈ വാല്യൂ ആദ്യം എഴുതിയിട്ട് അതിനൊരു റേസ് ടു 1 by 3 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ g of 8x cube എങ്ങനെ എഴുതും? ആദ്യം ഈ വാല്യൂ അങ്ങ് എഴുതുക, എന്നിട്ട് അതായത് ഈ വാല്യൂ ആദ്യം എഴുതിയിട്ട് അതിന് 1 by 3 കൊടുത്തു. അപ്പോൾ ഇവിടെ ആദ്യം ഇതെഴുതി അതിന് 1 by 3 എന്ന് കൊടുത്തു. ഇനി അതിനെ എങ്ങനെ എഴുതും? അതായത് 8x cube raised to 1 by 3. ഇതിൻ്റെ അർത്ഥം 8 raised to 1 by 3 into x cube raised to 1 by 3 equal to cube root of 8 2. ഇവിടെ ആകുമ്പോഴോ x raised to 3 into 1 by 3. That is 3 cancel ആയി പോവും 2x. ഇനി f dot g of x is f of g of x equal to f of g of x എന്താണ്? x raised to 1 by 3. ഇനി നമ്മൾ എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് എഴുതിയത്? ആദ്യം 8 എഴുതി, ഇവിടുത്തെ വാല്യൂവിൻ്റെ ക്യൂബ് എഴുതി. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? അതായത് എഫ് ഓഫ് എക്സ് റേസ് ടു 1 by 3 എങ്ങനെ എഴുതും? ആദ്യം 8 എഴുതുക, ഇവിടെ ഏതാണോ വാല്യൂ എന്ന് എഴുതുക, അതിൻ്റെ ക്യൂബ് എഴുതുക. അതായത് എഫ് ഓഫ് എക്സ് എഴുതിയത് എങ്ങനെയാണ്? ആദ്യം 8 എഴുതി, ഈ വാല്യൂ എഴുതിയിട്ട് അതിൻ്റെ ക്യൂബ് എഴുതി. അപ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു 1 by 3 എന്ന് പറഞ്ഞാൽ ആദ്യം 8 എഴുതുക, ഈ വാല്യൂവിൻ്റെ ക്യൂബ്, ദാറ്റ് ഈസ് 8 ഇൻറ്റു എക്സ് റേസ് ടു 1 by 3യുടെ ക്യൂബ്, എക്സ് റേസ് ടു 3 by 3, ദാറ്റ് ഈസ് 8x. നെക്സ്റ്റ് നമ്മൾ ഇൻവേർട്ടിബിൾ എന്നൊരു ടേമാണ് പരിചയപ്പെടാൻ പോകുന്നത്. എഫ് ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എഫ് 1 ആവണം, അതേപോലെ ഓൺ 2 ആവണം. ഇനി ഇൻവേഴ്സ് ഓഫ് എഫിനെ നമ്മൾ എഫ് ഇൻവേഴ്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു 1 എങ്ങനെ കണ്ടുപിടിക്കും, ഓൺ 2 എങ്ങനെ കണ്ടുപിടിക്കും എന്ന് കണ്ടിരുന്നു. ഇത് രണ്ടും ശരിയായി വന്നാൽ നമ്മൾ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ f from R to R given by f of x equal to 4x plus 3. Show that f is invertible. Find the inverse of f. അപ്പോൾ ഇൻവെർട്ടിബിൾ ആണോ നോക്കാൻ ആദ്യം 1 ആണോ നോക്കണം, ഓൺ 2 ആണോ നോക്കണം. ഇനി നമുക്ക് 1 അതായത് എഫ് ഫ്രം R to R ആണ് തന്നേക്കുന്നത്. എഫ് ഓഫ് എക്സ് 4x plus 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 1 ചെക്ക് ചെയ്യുന്നത്? ടു ചെക്ക് എഫ് ഈസ് 1 എന്തെടുക്കണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൺസിഡർ ചെയ്യുക. ഫോർ എവരി x1 x2 ബിലോങ്സ് ടു x, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് x1 ദാറ്റ് ഈസ്
4x1 plus 3 equal to 4. അതായത് എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ 4x1 plus 3. എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ 4x2 plus 3. 3 ക്യാൻസൽ ആയി പോകുന്നു. 4x1 equal to 4x2. 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. x1 equal to x2. നമ്മൾ എടുത്തത് for every x1 x2 belongs to x, f of x1 equal to f of x2 എന്ന് എടുത്തു. x1 equal to x2 എന്ന് കിട്ടി. Therefore f is 1 1. ഇനി on to ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? To check f is on to. on to നോക്കാനായിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടുന്ന് എങ്ങോട്ടാണ്? f from r to r ആണ്. f of x എന്ന് പറയുന്നത് 4x plus 3 ആണ്. ഇനി അതിനെ തന്നെ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം y എന്ന് എഴുതുക. 4x plus 3. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഫസ്റ്റ് സെറ്റിൽ ഒരു ഇമേജ് ഉണ്ടോ, പ്രീ ഇമേജ് ഉണ്ടോ? സെക്കൻഡ് സെറ്റിലെ എലമെന്റ് y ആണ്. ഈ yക്ക് ഒരു x ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ഇവിടെ 4x ഈക്വൽ ടു y മൈനസ് 3 എന്ന് മനസ്സിലാകും. x ഈക്വൽ ടു y മൈനസ് 3/4 എന്ന് എഴുതാം. ഇത് നമ്മുടെ ഡൊമൈനിലുണ്ടോ? എക്സ് ഡൊമൈനിലുണ്ടോ? റിയൽ ഡൊമൈൻ R ആയതുകൊണ്ട് ഈ ഒരു വാല്യൂ ആറിലുണ്ട്. അതുകൊണ്ട് എഫ് ഓൺ ടു ആണ്. സോ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. ഹെൻസ് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് 1 1 and on 2. Therefore f inverse exists. 1 1ഉം on 2ഉം ആയതുകൊണ്ട് f inverse എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ആ f inverse എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ ഇതിനെ നമുക്ക് പറയാം. ഇവിടെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് പറയാം. For every y belongs to y, there exists x equal to y minus 3/4 in R such that f of x equal to y. അങ്ങനെ f ബൈജക്ഷനായി, f ബൈജക്റ്റീവായി. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഇൻവേഴ്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായി നമുക്കറിയാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം അല്ലേ? അതിൽ നിന്ന് നമുക്ക് നമ്മളിവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു y മൈനസ് 3/4 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് y ഈക്വൽ ടു 4x plus 3. So 4x equal to y minus 3, x equal to y minus 3/4. x equal to y minus 3/4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ x എന്ന് പറയുന്നതിനെ നമ്മൾ ഏറ്റവും ആദ്യം ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. ഇവിടെ x ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ട് f ആണെങ്കിൽ ഇവിടുത്തെ എലമെന്റ് ആണ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ y എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങോട്ട് പറയുന്നതല്ലേ എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് ഇവിടുത്തെ എലമെന്റ് y ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നതാണ് എക്സ്. അതായത് എക്സും ഇവിടെ നിങ്ങോട്ട് എഫും ആണെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ് ആയതുപോലെ ഇവിടെ നിങ്ങോട്ട് നമുക്ക് എഫ് ഇൻവേഴ്സ് ആണ്. ഇവിടെ y ഉണ്ട്, അതായത് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് y എന്ന് വിളിക്കാം. അപ്പോൾ ആ എക്സിനെ അല്ലേ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്? ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് y ആണ് y മൈനസ് 3/4. അതുകൊണ്ട് ഇവിടെ ഈ y മാറ്റിയിട്ട് എക്സ് കൊടുത്തേ. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3/4. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. നെക്സ്റ്റ് ഈസ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ ആണ് സെറ്റ് എ. എന്നൊരു സെറ്റിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് എയിൽ നിന്നും എയിലേക്കാണ്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്ത് എ ക്രോസ് എയിൽ നിന്നും എയിലേക്കാണ്. ഇനി നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരു എക്സ് ആണെങ്കിൽ എഫ് ഉണ്ടെങ്കിൽ
നമ്മളതിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയില്ലേ? അതേപോലെ സ്റ്റാർ ഓഫ് എ ക്രോസ് എ ആ. എ ക്രോസ് എയിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് എയിലെ എലമെൻറ്റ് ഓർഡേഡ് പെയർസ് ആയിരിക്കും. അപ്പോൾ ഓർഡേഡ് പെയർ എ ബി എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ ഒരു സെറ്റല്ലേ ഉള്ളൂ, അതായത് ഒരു വാല്യൂ ഉള്ളൂ, അതായത് ഇവിടെ എ സ്റ്റാർ ബി. അതായത് പണ്ട് നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 5+2 അല്ലെങ്കിൽ 8-1. അതേപോലെ ഈ സ്റ്റാറും ഈ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പോലെ ഒരു ഓപ്പറേഷനാണ് സ്റ്റാർ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി. ഇതാണ് ബൈനറി ഓപ്പറേഷൻ. ഇനി ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഇവിടെ നമ്മൾ എ സ്റ്റാർ ബി പറഞ്ഞു. ആ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആയിട്ട് വന്നാൽ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതേപോലെ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. സ്റ്റാർ അസോസിയേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇതാണ് ബൈനറി ഓപ്പറേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രോപ്പർട്ടികൾ. നെക്സ്റ്റ്, സെറ്റ് എയിലെ ഒരു എലമെൻ്റ് ആണ് ഇ. അപ്പോൾ ഇ എന്നുള്ള എലമെന്റ് സെറ്റ് എയിലുണ്ട്. ഈ ഇ എന്നുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഇ എന്നുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എ സ്റ്റാർ ഇയും ഇ സ്റ്റാർ എയും എ തന്നെ ആയാൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എ സ്റ്റാർ ഇയും ഇ സ്റ്റാർ എയും എ തന്നെ ആയാൽ ഇയെ ഐഡന്റിറ്റി എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമുക്കറിയാം അഡീഷനെ സംബന്ധിച്ച് ഇപ്പം 5+0 എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അതേപോലെ 0+5 എന്താണ്? 5 തന്നെയാണ്. അതായത് അഡീഷനിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0 എന്ന് പറഞ്ഞൂടെ? അതേപോലെ അതായത് അഡീഷനിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0 എന്ന് പറയുന്നത് എപ്പോഴാണ്? 5+0 5 ആയി, 0+5ഉം 5 ആയി. അതേപോലെ നമുക്ക് ജനറൽ ആയിട്ട് ഇവിടെ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ഞാൻ ഇ എന്നുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ഇയും എ ആവണം, ഇ സ്റ്റാർ എയും എ ആവണം സെറ്റിലെ എല്ലാ എലമെന്റ്സിനും. അങ്ങനെയാണെങ്കിൽ ഈ ഇയെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഇ ആവുന്ന രീതിയിൽ, അതായത് ഒരു ഗിവൺ സെറ്റ് ആണ് എ, അതിലെ ഒരു എലമെന്റ് ആണ് എ. ഗിവൺ സെറ്റ് എ, അതിലെ ഒരു എലമെന്റ് എ. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഇ ആവുന്ന പോലെ ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റുന്നുവെങ്കിൽ ഈ ബിയെ വിളിക്കുന്ന പേരാണ് എയുടെ ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ അല്ലെങ്കിൽ എ ഇൻവേഴ്സ്.